കോൺഗ്രസ് പുനഃസംഘടനയിൽ വീണ്ടും പൊട്ടിത്തെറി. ഷാഫി പറമ്പിലിനെതിരെ മറുവിഭാഗം നേതാക്കൾ രംഗത്തെത്തി. ഷാഫിക്കൊപ്പം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായിരുന്ന 28 പേർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കും. ഷാഫിയുടെ അനുയായികളെ മാത്രം DCC ഭാരവാഹികളാക്കിയെന്നും നേതാക്കൾ പറയുന്നുണ്ട്. ഷീജ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഷീജ. ഗുഡ് മോർണിംഗ് ആവ്യ. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തോതിൽ കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നേതൃപദവിയിലിരുന്ന 28 പേരാണ് ഒരുമിച്ച് രാജിവെക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പലരും കൈരളി ന്യൂസിനോട് അവരുടെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ ഈ ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടവർ ഷീജ കേൾക്കാമോ? കേൾക്കാം കാവ്യ. ഏതായാലും പറഞ്ഞോളൂ. ഇതുമായി ബന്ധപ്പെട്ട് കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്നും വിവാദങ്ങൾ മാത്രമാണ് ഉയർന്നു വരുന്നത്. ഇതിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇതിൽ പലരുടെയും പ്രതികരണമടക്കം നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഈ 28 പേരും KPCC ആസ്ഥാനത്തെത്തി അവരുടെ രാജിക്കത്ത് കൈമാറും എന്നുള്ളതാണ് അറിയുവാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇതിൽ ഉയർന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ ഷാഫിയുടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റുമാർ അവരെ DCC വൈസ് പ്രസിഡന്റുമാരാക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരുന്നവരെ DCCയുടെ ജനറൽ സെക്രട്ടറിമാരാക്കുന്നു. ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കുന്നതാകട്ടെ ഇതിൽ താൽക്കാലിക ചുമതലയുള്ള MM ഹസനാണ്. അതായത് അധ്യക്ഷന്റെ താൽക്കാലിക ചുമതലയുള്ള MM ഹസനാണ്. ഇത് TU രാധാകൃഷ്ണൻ അറിയുന്നില്ല, K സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അറിയുന്നില്ല. ഇവരാരും അറിയാതെയാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറെ പ്രസക്തമാകുന്നത്. പ്രത്യേകിച്ചും ഇത് ഷാഫിയുടെ ഒരു നീക്കമായി തന്നെയാണ് ഇതിൽ ഭൂരിഭാഗം പേരും വിലയിരുത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പ്രത്യേകിച്ചും പാർട്ടി പിടിക്കാനുള്ള ഒരു ഷാഫി പറമ്പിലിന്റെ നീക്കമായിട്ടാണ് ഇവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധ സ്വരം പലയിടത്തു നിന്നായി ഉയരുന്നത്. കാരണം നേരത്തെ തന്നെ ഷാഫിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ നയിക്കുന്ന സമയത്ത് തന്നെ അതിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഷാഫിയുടെ ഏകാധിപത്യ സ്വഭാവമാണ് എന്നുള്ള തരത്തിലടക്കം പലരും പല മുതിർന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളടക്കം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ 28 പേർ ഇന്ന് രാജിക്കത്ത് കൈമാറും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിലുള്ളൊരു പ്രതിഷേധം അവർ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തും എന്നുള്ളതും മനസ്സിലാക്കുന്നു. കാരണം പലരെയും മനഃപൂർവ്വമായി തഴയുന്നു എന്നുള്ളൊരു പരാതി തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഷാഫിയെ അനുകൂലിക്കുന്നവരെ മാത്രം ഈ പുനഃസംഘടനയിൽ പരിഗണിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം പരാതിയായി ഇവർ ഉന്നയിക്കുന്നതും ഇന്നിപ്പോൾ ഈ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും. ഏതായാലും ഇത് വലിയ തോതിൽ ഇതിനകം തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അറിയാതെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രസക്തമാകുന്ന വിഷയവും. ശരി ഷീജ.